PMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അതിദരിദ്രരെ നിർണ്ണയിക്കുവാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത്? സർക്കാരിന് തുറന്ന കത്തുമായി സാമൂഹിക പ്രവർത്തകർ. അതിദരിദ്രമുക്ത കേരളത്തിൽ സർക്കാരിന് തുറന്ന കത്തുമായി സാമൂഹിക പ്രവർത്തകർ. അതിദരിദ്രരെ നിർണ്ണയിക്കുവാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത്? ആധാരമായ പഠന റിപ്പോർട്ട് പുറത്തുവിടണം. സാമ്പത്തിക സാമൂഹിക മേഖലയിലെ 24 വിദഗ്ധർ ഒപ്പുവച്ച കത്താണ് സർക്കാരിന് കൈമാറിയത്. അതിദരിദ്രത മറികടന്നതിന് വസ്തുതാപരമായ പിൻബലമെന്ത്? 233 രൂപ ദിവസക്കൂലി കിട്ടുന്ന ആശാപ്രവർത്തകരും അസംഘടിത തൊഴിലാളികളും അതിദരിദ്ര ജനവിഭാഗം അല്ലേ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം അല്ല. ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്നും ആവശ്യം. അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായ കേരളത്തിനെ നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം കൈമാറുന്നതിന് വിലക്ക്. സർക്കുലർ പുറത്തിറക്കി ഡിജിപി. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം കൈമാറുന്നതിന് വിലക്ക്. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ ഉത്തരവിറക്കി. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. കേസുകളിലെ കുറ്റസമ്മത മൊഴി കോടതിയുടെ മുൻപിൽ പ്രധാന തെളിവില്ലെന്നും പ്രതികളുടെ കുറ്റസമ്മത മൊഴി എന്ന രീതിയിൽ വിവരങ്ങൾ കൈമാറുന്നത് തെറ്റിദ്ധാരണയ്ക്കിടയാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. പ്രതികളുടെ കുറ്റസമ്മത മൊഴി വിവരങ്ങൾ കൈമാറരുത് എന്നാണ് കർശന നിർദ്ദേശം. കേസുകളുടെ പ്രധാന അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങളും കൈമാറരുതെന്നും നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ മേലുദ്യോഗസ്ഥർ കൃത്യമായ നിരീക്ഷണം നടത്തണമെന്നും ഡിജിപി സർക്കുലറിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് ഉൾപ്പെടെ അതീവ രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങൾ പുറത്തുവന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഫലമായി. ക്രെഡിറ്റ് മുഖ്യമന്ത്രി എടുത്തോട്ടെ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി. 4.5 കൊല്ലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപനം നടത്തിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 4.5 കൊല്ലം മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു? ഇതാണോ സംസ്ഥാന സർക്കാരിന്റെ ജനാധിപത്യ സംവിധാനമെന്നും അദ്ദേഹം ചോദിച്ചു. തിരഞ്ഞെടുപ്പിന് 4 മാസം മുൻപ് പ്രഖ്യാപിക്കുന്നതാണോ ജനാധിപത്യ സംവിധാനം? ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. പ്രഖ്യാപിച്ച പദ്ധതികൾക്കെല്ലാം കടം വാങ്ങിയാണ് കാശ് നൽകുന്നത്. നെൽകർഷകർക്ക് കാശ് നൽകുവാൻ സർക്കാരിന് കഴിയുന്നില്ല. സാധാരണക്കാരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഫ്രീ ഇൻഷുറൻസ് ഇന്ന് പ്രഖ്യാപിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. PM ശ്രീ MOU ഒപ്പിട്ടാൽ പിൻവലിക്കാനോ റദ്ദാക്കുവാനോ ഒരു ഓപ്ഷനില്ല. ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരുവാൻ പാടില്ല. സ്കൂൾ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ബിജെപി ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാക്കും. കുട്ടികളുടെ ഭാവി വച്ച് രാഷ്ട്രീയം കളിക്കരുത്. അതിദാരിദ്ര്യത്തിൽ നിന്നും ജനങ്ങൾ പുറത്തുവന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഫലമായി. ക്രെഡിറ്റ് മുഖ്യമന്ത്രി എടുത്തോട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 കോടി സർക്കാർ ജോലി. സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേകം സാമ്പത്തിക സഹായം. ബീഹാറിൽ NDA പ്രകടന പത്രിക. 1 കോടി സർക്കാർ ജോലിയടക്കം വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേകം സാമ്പത്തിക സഹായം പത്രികയിലുണ്ട്. NDA സഖ്യകക്ഷി നേതാക്കൾ എല്ലാവരും ചേർന്നാണ് പട്നയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഓരോ കുടുംബത്തിലും സർക്കാർ ജോലി എന്ന മഹാസഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനുള്ള NDAയുടെ മറുപടി കൂടിയായി ഇത്. 1 കോടി സർക്കാർ ജോലികളാണ് NDAയുടെ വാഗ്ദാനം. മുംബൈ ഭീകരാക്രമണം. അമേരിക്കയോട് തഹാവൂർ റാണയെക്കുറിച്ച് വിവരങ്ങൾ തേടി ഇന്ത്യ. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അമേരിക്കയോട് തേടി ഇന്ത്യ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. ഏപ്രിലിൽ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്ത ശേഷം NIA വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ തേടിയത്. കൂടുതലായി കിട്ടുന്ന വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് സഹായകമാകുമെന്നും റാണയ്ക്കെതിരെയുള്ള കേസ് ശക്തമാക്കുവാൻ ഉപകരിക്കും എന്നുമാണ് NIAയുടെ പ്രതീക്ഷ. പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരമുള്ള അഭ്യർത്ഥന യുഎസിലെ ഇന്ത്യൻ എംബസി വഴിയാണ് അമേരിക്കൻ അധികൃതർക്ക് കൈമാറിയത്. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, റാണ, ലഷ്കർ-ഇ-ത്വയ്ബ,
ഹർക്കത്ത് ഉൽ ജിഹാദി ഇസ്ലാമി അംഗങ്ങൾ എന്നിവർ പങ്കാളികളായതുമായി ബന്ധപ്പെട്ട കേസിൽ റാണയ്ക്കെതിരെ എൻഐഎ ഈ വർഷം ജൂലൈയിൽ ഡൽഹിയിലെ പ്രത്യേക കോടതിയിൽ സപ്ലിമെന്ററി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. റാണയെ വിട്ടുകിട്ടിയതുമായി ബന്ധപ്പെട്ട രേഖകളും ശേഖരിച്ച അധിക തെളിവുകളുമാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ആക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 238-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായിയായ റാണ ലഷ്കർ ഇ ത്വയ്ബയുടെ ചാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഗൂഢാലോചന നടത്തി ആക്രമണത്തിന് സഹായകരമായ സൌകര്യങ്ങൾ ഒരുക്കി എന്നാണ് എൻഐഎ കേസ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇത്തവണ ക്ഷേമ പെൻഷനായി ലഭിക്കുക 3600 രൂപ. കൂട്ടിയ പെൻഷനും മുൻപത്തെ കുടിശ്ശികയുടെ അവസാന ഗഡുവും ലഭിക്കും. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബറിൽ 3600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1864 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വർദ്ധിപ്പിച്ച 2000 രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ്. അതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഗഡുവും ലഭിക്കുക. നവംബർ 20 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് 1042 കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകും എന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി അറിയിച്ചു. ലൈംഗിക ആരോപണത്തിൽ നടപടി. ആൻഡ്രൂ ഇനി രാജകുമാരനല്ല, കൊട്ടാരത്തിൽ നിന്നും പുറത്ത്. ലൈംഗിക ആരോപണത്തിൽ പ്രിൻസ് പദവി നഷ്ടപ്പെട്ട് ആൻഡ്രൂ രാജകുമാരൻ തന്റെ സഹോദരന്റെ പ്രിൻസ് പദവി എടുത്തുമാറ്റുന്നതായി ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ അറിയിച്ചു. പ്രിൻസ് ആൻഡ്രൂ ഇനി മുതൽ ആൻഡ്രൂ മൌണ്ട് ബാറ്റൺ വിൻഡ്സോർ എന്നറിയപ്പെടും. ആൻഡ്രൂ ഉടൻ തന്നെ തന്റെ കൊട്ടാരമായ വിൻഡ്സോർ മാൻഷൻ ഒഴിയണം. ആരോപണങ്ങളെല്ലാം ആൻഡ്രൂ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിജീവിതർക്ക് ഒപ്പമാണ് എക്കാലവും കൊട്ടാരം നിലകൊള്ളുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു. കുപ്രസിദ്ധ സെക്സ് ടേപ്പുകളിൽ ഇടം പിടിച്ചതിന് പിന്നാലെ യോർക്ക് ഡ്യൂക്ക് എന്ന സ്ഥാനപ്പേരും മറ്റ് രാജകീയ ബഹുമതികളും ആൻഡ്രൂ സ്വമേധയാ ഉപേക്ഷിച്ചിരുന്നു. മുൻ ഭാര്യ സാറ ഫെർഗൂസിനൊപ്പം റോയൽ ലോഡ്ജിൽ കഴിഞ്ഞിരുന്ന ആൻഡ്രൂ നോർഫ്ലോക്ക് കൌണ്ടിയിലെ സാൻഡ്രിംഗാം എസ്റ്റേറ്റിലേക്ക് താമസം മാറി. ഈ വസതിയും ചാൾസ് മൂന്നാമൻ രാജാവിന്റേതാണ്. 2021 ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈൻ ബന്ധപ്പെട്ട കേസിലെ അതിജീവിതമാരിൽ ഒരാൾ ആൻഡ്രൂവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. കൌമാരക്കാരിയായിരുന്ന തന്നെ ആൻഡ്രൂ രാജകുമാരൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും എപ്സ്റ്റൈനാണ് തന്നെ ചതിയിൽപ്പെടുത്തി ആൻഡ്രൂവിനടുത്തേക്ക് എത്തിച്ചത് എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ യുവതി ജീവനൊടുക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.